വികസിത സങ്കല്പ യാത്ര എന്ന പേരിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓടി നടന്ന് മോദിക്കാ ഗ്യാരണ്ടി എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ മോദിയുടെ ഈ ഗ്യാരണ്ടി സ്വന്തം ജില്ലയിലെ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പഠനങ്ങൾ തന്നെ പറയുന്നത്. നരേന്ദ്രമോദിയുടെ സ്വന്തം ജില്ലയിൽ കൗമാരക്കാരിൽ 22% പേരും പഠനം തുടരാനാകാതെ സ്കൂൾ തലത്തിൽ തന്നെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നതായാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്നത്. മോദിയുടെ ജന്മനാടായ വഡ്നഗർ ഉൾപ്പെടുന്ന മഹേസാണ ജില്ലയിൽ 60 ഗ്രാമങ്ങൾ പഠനവിധേയമാക്കിയപ്പോഴാണ് ഗുജറാത്തിലെ പുതുതലമുറ നേരിടുന്ന ദുരവസ്ഥ വെളിപ്പെട്ടത്. ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ടിലെ കണക്കുകളാണ് ഇപ്പോൾ നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത്. ജില്ലയിൽ 14 മുതൽ 18 വരെ പ്രായമുള്ളവർ 22.7% പേർ പഠനം അവസാനിപ്പിക്കുന്നവരാണെന്നാണ് സർവേയിൽ പറയുന്നത്. മഹേസാണയിലെ വഡ്നഗർ കുമാരശാല എന്ന സ്കൂളിലാണ് നമ്മുടെ മോദിജി പഠിച്ചത്. 3 തവണ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയിട്ടും സ്വന്തം സ്കൂളിൽ കാര്യമായൊരു മാറ്റം കൊണ്ടുവരാൻ പോലും മോദിക്കായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വിദ്യാലയം രാജ്യത്തിന് മാതൃകയാണെന്ന് സംഘപരിവാറിന്റെ ചില ടീമുകൾ കുറെ നാളുകളായി പ്രചരിപ്പിക്കുന്നുമുണ്ട്. പ്രേരണ സ്കൂൾ എന്ന പേരിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള 2 വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഒരാഴ്ച താമസിച്ച് പഠിക്കാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഠനത്തിന്റെയും അധ്യയനത്തിന്റെയും ഇന്ത്യൻ മാതൃകകൾ രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രേരണ സ്കൂൾ പദ്ധതി മോദി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇത്തരം അവകാശവാദങ്ങൾക്ക് ഇടയിലാണ് ജില്ലയിലെ പഠന നിലവാരത്തിന്റെ കണക്കുകൾ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യ സഹിതം ഇപ്പോൾ ഒരു സംഘടന പുറത്തുവിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ദേശീയ ശരാശരിയേക്കാൾ മഹേസാണയിലെ മോദിയുടെ സ്കൂളിൽ കൂടുതലാണ് എന്നാണ് വിലയിരുത്തൽ. ദേശീയ തലത്തിൽ കൗമാരപ്രായക്കാരിൽ 13.2% പഠിപ്പ് അവസാനിപ്പിച്ചവർ. ഇതിന്റെ ഇരട്ടിയോളമാണ് മോദിയുടെ പ്രേരണ സ്കൂൾ മാതൃക പ്രചരിപ്പിക്കുന്ന മഹേസാണയിലുള്ളത്. ഓരോ സംസ്ഥാനത്തെയും ഓരോ ജില്ല തിരഞ്ഞെടുത്താണ് എസർ സർവേ നടത്തിയത്. കേരളത്തിലെ എറണാകുളം ജില്ലയാണ് മാതൃകാ ജില്ലയായി എടുത്തത്. ഇവയുടെ താരതമ്യം പരിശോധിക്കുമ്പോൾ അന്തരം വലുതാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എറണാകുളം റൂറലിൽ കൗമാരപ്രായക്കാരുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് 6.6% മാത്രമാണ്. അതേസമയം മോദിയുടെ സ്കൂളിൽ ഇത് 22.7%. ഇതിലേറെയും പെൺകുട്ടികളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സ്കൂളിൽ പഠിക്കേണ്ട 14 മുതൽ 16 വയസ്സ് വരെയുള്ള പ്രായത്തിൽ തന്നെ 13.8% കുട്ടികളും ഈ ജില്ലയിൽ പഠനം അവസാനിപ്പിക്കുന്നുണ്ട്. 18 വയസ്സ് വരെയുള്ള കുട്ടികളെ പരിഗണിക്കുമ്പോൾ ഇത് 22% മുകളിലാകും. എറണാകുളത്തെ ഇതേ പ്രായത്തിലുള്ള സ്കൂളിലെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കെന്ന് പറയുന്നത് 0.5% മാത്രമാണ്. ഹയർ സെക്കൻഡറി ഉൾപ്പെടുന്ന 17 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായക്കാരിലാണ് പഠിപ്പ് നിർത്തുന്ന പ്രവണത കൂടുതലുള്ളത്. ഹയർ സെക്കൻഡറി തല പ്രായം കൂടി പരിഗണിക്കുമ്പോൾ കൊഴിഞ്ഞുപോക്ക് എറണാകുളത്തേത് 18.6% ആണെങ്കിൽ മോദിയുടെ സ്കൂളിൽ 39.1%. മോദിയുടെ ജന്മനാടായ വഡ്നഗർ ഉൾപ്പെടുന്ന മഹേസാണയിലെ 60 ഗ്രാമങ്ങളാണ് പഠന വിധേയമാക്കിയത്. പഠനം നിർത്തേണ്ടി വരിക മാത്രമല്ല, കുട്ടികൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അവർക്ക് ജീവിതമാർഗം തുടരാനും വഴിയില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വീടിന് പുറത്ത് എന്തെങ്കിലും ജോലി എടുത്ത് മുന്നോട്ട് പോകേണ്ടി വരുന്നവരാണ് ഗുജറാത്തിലെ ഈ ജില്ലയിലെ 14 മുതൽ 18 വയസ്സിലെ പ്രായക്കാരിൽ 26.8% ആളുകളെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എറണാകുളത്ത് ഇത്തരത്തിൽ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ട് തൊഴിൽ ചെയ്യേണ്ടി വരുന്നവർ 4%. മഹേസാണ ജില്ലയിൽ 14നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ 45.2% പേരാണ് SSLC വരെ വിദ്യാലയങ്ങളിൽ എത്തുന്നതെന്നും കണക്കുകൾ പറയുന്നു. +2 തലത്തിൽ 21.7% പേർ മാത്രവും ബിരുദ തലത്തിലേക്ക് 10.3% പേരാണ് എത്തുന്നത്. 22.7% പേർ ഒരിക്കലും വിദ്യാലയങ്ങളിലേക്ക് എത്താതിരിക്കുകയോ പഠനം നിർത്തി പോവുകയോ ചെയ്യുന്നവരാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഉയർന്ന ഫീസ് നൽകി സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവർ 18 വയസ്സ് വരെയുള്ളവരിൽ ഏതെങ്കിലും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാൻ അവസരം ലഭിക്കുന്നത് വെറും 5% പേർക്ക് മാത്രമാണ്. വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോയി പുറത്തു നിൽക്കുന്നവർ 26.8% പേർക്ക് മാത്രമാണ് മാസം 15 ദിവസമെങ്കിലും ഗുജറാത്തിൽ ജോലിയുള്ളൂ എന്നുകൂടി ഈ പട്ടികയിൽ പറയുന്നു. വ്യവസായ നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന ഗുജറാത്ത് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യത്തിൽ എവിടെ നിൽക്കുന്നു എന്നത് പ്രധാനമന്ത്രിയുടെ ഈ ജില്ല തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ 2ാം ക്ലാസ് വരെ എത്തുന്നവർ എന്ന നിലയ്ക്ക് പുസ്തകം വായിക്കാനാകുന്ന 85.2% പേർ ഗുജറാത്തിലുണ്ട്. ഇക്കാര്യത്തിൽ രാജ്യത്ത് 8ാം സ്ഥാനമാണ് ഉള്ളത് എന്നതും ശ്രദ്ധേയമായ ഒന്നാണ്. സാധാരണ ഹരണക്രിയ നടത്താൻ കഴിയുന്ന 17 മുതൽ 18 പ്രായക്കാരിൽ എറണാകുളം 1ാമതാണ്. എന്നാൽ മഹേസാണ 48.2%മായി 10ാമതാണ് നിൽക്കുന്നത്. ഇംഗ്ലീഷ് വാക്യം വായിക്കാൻ അറിയുന്നവർ എറണാകുളത്ത് 95.3% ആണെങ്കിൽ
മോദിയുടെ നാട്ടിൽ 65.9%, മഹൈസോണ 14 സ്ഥാനത്താണ്. പ്രധാനമന്ത്രിയുടെ ജില്ലയിൽ 14 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള പ്രായക്കാരിൽ 96% സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഡിജിറ്റൽ വിപ്ലവം അവകാശപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ ജില്ലയിൽ സ്മാർട്ട് ഫോൺ പഠന പ്രവർത്തനങ്ങൾക്കായി ഒരിക്കലെങ്കിലും ഉപയോഗിച്ചവർ 66.7% മാത്രമാണ്. കോവിഡ് കാലത്തെ അനുഭവമുള്ള കുട്ടികളെയാണ് റിപ്പോർട്ട് പരിഗണിച്ചത്. 26 സംസ്ഥാനങ്ങളിൽ നിന്നായി 28 ജില്ലകളെയാണ് റിപ്പോർട്ട് പഠന വിധേയമാക്കിയത്. 1664 ഗ്രാമങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥിതിവിവരങ്ങൾ ശേഖരിച്ചു. 2022 7 ലക്ഷം കുട്ടികളിൽ നിന്നാണ് സാമ്പിൾ ശേഖരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലാണ് മോദി കാ ഗ്യാരണ്ടി എന്ന് സ്ഥിരം വിളിച്ചു പറയുന്ന മോദിയുടെ സ്വന്തം നാട്ടിലെ മോദി പഠിച്ച അതേ സ്കൂളിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകാതെ പുറത്ത് മറ്റു ജോലികൾ ചെയ്യാനുള്ള നിവൃത്തിയില്ലാതെ മറ്റു ജോലികൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്നത്. അത്തരത്തിൽ ഉത്തരേന്ത്യ മുഴുവനും ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും കേരളം നമ്പർ 1 തന്നെയാണ്.